എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോം ടൂർ ആണ് ഗൈസ്. കുഞ്ഞ് എന്താ ചെയ്യാൻ പോണത്? ഹോം ടൂർ. അതായത് യൂട്യൂബിൽ എല്ലാരും ഇന്ന് നമ്മൾ മാത്രമേ ഇനി ചെയ്യാൻ ബാക്കിയുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും എല്ലാരും ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. എല്ലാരും അത്രയ്ക്കും ഹോം ടൂർ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു ഹോം ടൂർ ചെയ്താലോ എന്ന്. പക്ഷെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിട്ട് അങ്ങനെ പോയി ഗൈസ്. അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞു വീടാണ്. അതായത് നമ്മൾ എല്ലാവരും കൂടി താമസിക്കുന്ന വീടാണ്. അതായത് ചേട്ടൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ, ഞാൻ, കുഞ്ഞപ്പൻ, ഞങ്ങൾ 6 പേരാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി താമസിക്കുന്ന ഞങ്ങളുടെ കുടുംബം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എനിക്ക് എങ്ങനെയാ ഇത് പറയേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. കാരണം ആദ്യമായിട്ട് എടുക്കുന്നതാണ്. അതിൻ്റെതായ ചില കുറ്റങ്ങളും കുറവുകളും തെറ്റുകളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇപ്പൊ ഈ വീഡിയോ എടുക്കുമ്പോൾ വൈകുന്നേരം ആയി കേട്ടോ. അപ്പൊ ധൃതി പിടിച്ചെടുക്കുന്നതാണ് വീഡിയോ. അപ്പൊ അമ്മയോട് പറഞ്ഞിട്ടില്ല, അമ്മ അകത്തുണ്ട്. അമ്മ ചിലപ്പോ ചെല്ലുമ്പോൾ ഓടിക്കളയും. ഗൈസ്, ഇവിടം തൊട്ടേ നമ്മുടെ വീട് തുടങ്ങും കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ അമ്മയുടെ ചെടികളാണ് വരുന്നത്. കാണിച്ചു തരാം. എല്ലാം അമ്മയുടെ ചെടികളാണ്. ഭയങ്കര വെയിലായതുകൊണ്ട് കുറെയൊക്കെ കരിഞ്ഞു പോയി. ഗൈസ്, ഇത് കഴിഞ്ഞ ദിവസം ചേട്ടൻ കാറ് റിവേഴ്സ് എടുത്തപ്പോ എന്റെ പൊന്നു കിളി എന്താ, ചേട്ടൻ കാറ് റിവേഴ്സ് എടുത്തപ്പോഴേ ചെടിച്ചട്ടി പൊട്ടിപ്പോയി കേട്ടോ. അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടി. അടുത്ത കാണിത്തരാം. ഇതൊക്കെ ചെമ്പരത്തി പൂക്കളാണ് ഗൈസ്. ഇതെല്ലാം അമ്മയുടെ പൂക്കളാണ്. ഒരുപാട് ചെടി ഉണ്ടായിരുന്നു, ഇതിനേക്കാളും ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പോയിട്ടാണ്. എവിടെ പോയാലും നമുക്ക് ചെടി പിറക്കി കൊണ്ടുവരലാണ് ജോലി. ഇപ്പൊ കല്യാണ വീട്ടിൽ പോയാലും പെരാസിലെ എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കുമല്ലേ. ഇവിടെ ചെന്നാലും ചെടിയുണ്ടോ. ഇതെല്ലാം ചെടികളാണ്. ചെമ്പരത്തിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ കാണിച്ചു തരാം. താഴെ ഇങ്ങനെ പടരുന്ന പോലത്തെ കുറെ ചെടികൾ. എല്ലായിടത്തും ചെടിയാണ്. ഞങ്ങളുടെ വീട്ടിൽ നോക്കിയാൽ മൊത്തത്തിൽ ചെടികളായിരിക്കും. ഇതൊക്കെ റോസാ ചെടികളാണ്. ഇതിനകത്ത് റോസാപ്പൂക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലെന്ന് തോന്നണേ. ഈ ചെടികളുടെ പേരൊക്കെ എന്താണെന്ന് എന്നോട് ചോദിക്കരുത്, കാരണം എനിക്ക് പേരൊന്നും അങ്ങനെ അറിയത്തില്ല. അമ്മയാണ് ഇതിന്റെ മെയിൻ ആള്. ഇതേ ഒരു വെള്ള ചെമ്പരത്തി കാണിച്ചു കൊടുക്കും. ചെമ്പരത്തി തന്നെ ഒരു 10-25 തരമെങ്കിലും ചെമ്പരത്തി ഉണ്ടായിരുന്നല്ലേ നേരത്തെ. ഓയ് കഴിച്ചോ. ഈ ചെമ്പരത്തി തന്നെ ഒരു 10-25 ടൈപ്പ് പല കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കുറെ എല്ലാം പോയിട്ടാണ്. കണ്ടില്ലേ, ഇതെല്ലാം ചെടികളാണ്. മൊത്തം ചെടിച്ചട്ടിയാണ് ഗൈസ്. ഞങ്ങളുടെ വീടിന് 4 ചുറ്റും ടെറസിന്റെ മുകളിലും ഒക്കെ ചെടി തന്നെയാണ്. ഇതിന്റെ പേരെന്നായിരുന്നു? ഇത് കുഞ്ഞപ്പന് ഇത് പറിച്ചിട്ടുണ്ടല്ലോ, മറ്റേ കൊരങ്ങന്റെ വാല് പോലെ പുറകെ കെട്ടി വെച്ചോണ്ട് നടക്കും, അതുപോലത്തെ സംഭവമാണ്. ഇത് അങ്ങനത്തെ ചെടിയാണ്. എന്റെ പേര് അമ്മേ, ഈ കൊരങ്ങന്റെ വാൽ ചെടിയുടെ പേരെന്തായിരുന്നു? പൂച്ചവാല. അത് തന്നെ, പൂച്ചവാൽ ചെടിയാണ് ഗൈസ്. ഇതെല്ലാം ചെടിച്ചട്ടികളാണ്. കണ്ടില്ലേ, അതുകൊണ്ട് എനിക്ക് ഇവിടെ മുറ്റടിക്കാൻ സ്ഥലം കുറവാണ് ഗൈസ്. നിറച്ച് ചെടിച്ചിട്ട് അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ കൂടി ഒരു ഇച്ചിരി മുറ്റടിച്ചു വന്നാൽ മതി. അപ്പൊ ഗൈസ്, ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ അങ്ങനെ അധികം ചെടികളില്ല. ഈ ഒരു വശത്താണ് ചെടികൾ മൊത്തം വെച്ചേക്കണത്. പിന്നെ അങ്ങോട്ടൊക്കെ മറ്റേ ഇത് ഭയങ്കര ഒരുപാട് മരമുണ്ട് നമുക്ക്. ഈ മറ്റേ പ്ലാസ്റ്റിക് പോലത്തെ ഇലകളാണ് വീഴുന്നത്. പെട്ടെന്നൊന്നും അത് ജീർണിച്ച് മണ്ണിലേക്ക് പോകത്തില്ല. അതുപോലത്തെ ഇല, ചൂടല്ലേ ഇപ്പൊ, വെയിലല്ലേ, അതുകൊണ്ട് ഭയങ്കര ഇല പൊഴിച്ചിലാണേ. അപ്പൊ ഞാൻ അവിടെ കത്തിക്കാൻ വേണ്ടി ഒരു മല കൂട്ടിയിട്ടൊക്കെ കാണിച്ചു കൊടുത്തേ. പിന്നെ നമുക്ക് ഇതേ പുറകെ 2 വാട്ടർ ടാങ്ക് ഉണ്ട്. നമ്മുടെ ജപ്പാൻ വെള്ളം പിടിക്കുന്ന വാട്ടർ ടാങ്കുകളാണ്, ബ്ലൂ ടാങ്ക്. പിന്നെ അവിടെയൊക്കെ ചുമ്മാ മുറ്റം മാത്രമേ ഉള്ളൂ. പിന്നെ മരങ്ങൾ, ഭയങ്കരമായിട്ട് ഇല പൊഴിക്കുന്ന മരങ്ങളുണ്ട്. ഭയങ്കര വെയിലല്ലേ, ഭയങ്കര ഇല പൊഴിക്കലാണ്. കുറെ കരിയിലെ മുറ്റമൊക്കെ മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങനെ വന്നേക്കടാ ഗൈസ്. കുഞ്ഞപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതപ്പാൻ. അവനെ എപ്പോഴും കളിക്കാൻ വരും. നമുക്ക് അകത്തോട്ട് വാ അതപ്പാ. കുഞ്ഞപ്പോ, നീ എന്താ കഴിക്കണ? ബ്രെഡും തേങ്ങായുവാ. അതപ്പം കഴിച്ചില്ലേ ഗായ്സ്? അപ്പൊ കുഞ്ഞപ്പൻ ബ്രെഡും തേങ്ങയും കൂടി കഴിച്ചോണ്ടിരിക്കണേ. തേങ്ങയും പഞ്ചസാരയും കൂടി ഇതാക്കിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഈ ബ്രെഡിന്റെ ഉള്ളിൽ വെച്ച് തിന്നത്തില്ലേ, അമ്മ ഇപ്പൊ ഉണ്ടാക്കി കൊടുത്തായിരിക്കും. അപ്പൊ ഗൈസ്, ഇനി നമ്മള് വീടിന്റെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞുതരാം. ഇത് നമ്മുടെ കാറാണ് ഗൈസ്. ഇത് സെക്കൻഡ് ഹാൻഡ് കാറാണ് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ കാറാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് ലൈസൻസ് എടുത്തപ്പോ എനിക്ക് കൈ വഴങ്ങാൻ വേണ്ടി ചേട്ടൻ മേടിച്ചാണേ. അപ്പൊ ചേട്ടന് ലൈസൻസ് ഇല്ല. അത് കഴിഞ്ഞ് ഓടിപ്പോയി ലൈസൻസ് എടുത്ത് ഗൈസ്. ഇപ്പൊ ഞാൻ ഓടിക്കാറേ ഇല്ല. ഗൈസ് നോക്കൂ ഗൈസ്, കുഞ്ചു സീരീസ് എന്നുള്ള യൂട്യൂബ് കണ്ടാ ഇവിടെ എഴുതി വെച്ചേക്കണ നമ്മുടെ ചാനലിന്റെ പേരാണ് കേട്ടാ. കുഞ്ഞപ്പന അതെന്നെ ഓർമ്മിപ്പിച്ചു. ഗുഡ് ബോയ് ചുണ്ടിപ്പാ. അപ്പൊ ഇപ്പൊ ഞാൻ ഓടിക്കാറില്ല, ഇപ്പൊ ചേട്ടൻ മാത്രമേ ഓടിക്കുള്ളൂ. ബൈ. നമുക്ക് ഐശ്വര്യമായിട്ട് നമുക്കൊരു പോർച്ച് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഒരു പോർച്ച് ഉണ്ട്. 2 അത് തന്നെ പോർച്ച്. അതപ്പം പറയണേ, 2 തൂണുണ്ട് പോർച്ച്. ഇവിടെ നമ്മൾ ബൈക്കുകൾ മാത്രമേ പാർക്ക് ചെയ്യാറുള്ളൂ. ചേട്ടന്റെ ബൈക്കും അച്ഛന്റെ ബൈക്കും, 2 ബൈക്ക് മാത്രമേ ഉള്ളൂ. പാത്രം അതോട്ട് കൊണ്ട് വെച്ചില്ലേ. അപ്പൊ ഇത് അച്ഛന്റെ കേടായ ഒരു കംപ്രസർ ആണ്. അച്ഛൻ പെയിന്റിംഗ് ആണ് അച്ഛന്റെ വർക്ക്. അപ്പൊ അച്ഛന്റെ കുറെ ടൂൾസും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടേക്ക് ഇരിപ്പുണ്ടാവും. അമ്മയുടെ ചെടി പോലെയാണ് അച്ഛന്റെ ടൂൾസുകൾ. അപ്പൊ 2 കസേരകൾ എപ്പോഴും വാദിക്കുണ്ടാവും. ഇതെന്താണ്? ഇത് നമ്മൾ പുകയ്ക്കുന്നതാണ് ഗൈസ്. ഭയങ്കര കൊതുകാണ്. അപ്പൊ പുകയ്ക്കാൻ ചട്ടി പുകച്ചിട്ട് വെച്ചാണ്. അത് സ്വിച്ച് ബോർഡ്. അതപ്പം ഓരോ കാര്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കണേ. അപ്പൊ ഇതാണ് നമ്മുടെ ഹോള്. കുഞ്ഞെ ഇങ്ങോട്ട് വേണം.
രണ്ടുപേരും കൂടെ ഇത് നമ്മുടെ ഹോളാണ് കേട്ടോ. നമ്മുടെ ഹോളിൽ നല്ല നീട്ടമാണ്, വീതി കുറവാണ്, പക്ഷെ നല്ല നീട്ടമുള്ള ഹോളാണ്. ഹോളില് ആദ്യം ഒരു ഷെൽഫാണ് വരുന്നത്. ഷെൽഫില് ഏറ്റവും മുകളിലാണ് ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്ന ഏറ്റവും മുകളിലാണ്. പിന്നെ കുഞ്ഞപ്പന്റെ കളിപ്പാട്ടം ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാം നിരത്തി വെക്കുന്ന പോലെ തന്നെ എടുത്ത് നശിപ്പിക്കും. പിന്നെ മരുന്ന് സാധനങ്ങൾ, കുപ്പികൾ അതെല്ലാം താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം താഴെയാണ് വെച്ചേക്കണത്. ഞങ്ങളുടെ കല്യാണത്തിന് എന്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നതാണ് ഈ ഗണപതിയുടെ ഒരു ഇതും പിന്നെ ഈ കൃഷ്ണന്റെ ഇതും ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ നമ്മുടെ ടി വി ഇവിടെ ഉണ്ട് ഗൈസ്. ഇത് എത്ര ഇഞ്ചാണെന്ന് ഓർമ്മയില്ല ഗൈസ്, എന്താണെങ്കിലും ഒരു ടി വി ഉണ്ട്. ടി വി നമ്മൾ മോളിൽ വെച്ചേക്കുവാണേ. ബാ അമ്മ ഓടിക്കോ. അങ്ങനെ വീഡിയോ കിട്ടാൻ ഓടി നടക്കുകയാണ് ഗൈസ്, വീഡിയോ കിട്ടാതിരിക്കാൻ. മെയിൻ സംഭവം ഡിക്ഷണറിയാണ് ഗൈസ്. പണ്ടോട്ടുള്ള അമ്മയുടെ ഡിക്ഷണറികളൊക്കെയാണ്. SSLC ടോപ്പിനർ ചേട്ടനാണ് അനിയനാണ് SSLCക്ക് പഠിക്കുമ്പോഴുള്ള ഡിക്ഷണറി വരെ ഇരിപ്പുണ്ട്. ബുക്കുകളൊന്നും അമ്മ കളയത്തില്ല. കുഞ്ഞിലെ തൊട്ടുള്ള ഇവർ 1ാം ക്ലാസ്സിലെ തൊട്ടുള്ള ബുക്കൊക്കെ ഉണ്ടാകും. പിന്നെ ഒരു ക്ലോക്ക്. പിന്നെ ഇത് ബർത്ത്ഡേ, കുഞ്ഞപ്പന്റെ ബർത്ത്ഡേക്ക് 4ാമത്തെ ബർത്ത്ഡേക്ക് നമ്മൾ ആഘോഷിച്ചതിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞേ. ഈ ബർത്ത്ഡേ എന്നുള്ള ലെറ്റേഴ്സ് മാത്രം കളഞ്ഞിട്ടില്ല, അത് അവിടെ ഉണ്ട്. പിന്നെ ഭിത്തി ഒന്നും നോക്കണ്ട, കുഞ്ഞപ്പന്റെ കരാവിരുതുകളാണ് ഇതെല്ലാം. നോക്കിക്കേ, ഫുള്ളും മറ്റേ എന്താ ഇത് ക്രയോൺസ്, ചോക്കും ക്രയോൺസ് ഒക്കെ ഇട്ട് വരച്ചു വെച്ചേക്കാണ്. എല്ലാ വീട്ടിലും പിള്ളേരുള്ള വീട്ടിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഇപ്പൊ നീ അടുക്കി പറക്കി വെച്ചേക്കുന്നത് ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ് കുറച്ചിരം കഴിയുമ്പോൾ എല്ലാം നശിപ്പിച്ചിടും. ഈ ഷെൽഫിലുള്ള കളിപ്പാട്ടം ഒക്കെ താഴെ ഉണ്ടാകും കേട്ടോ. അപ്പൊ ഇവിടെ ഒരു കുഞ്ഞി കട്ടിലുണ്ട് ഗൈസ്, ചെറിയ കട്ടിൽ, ആരെങ്കിലും വരുമ്പോ ഇരിക്കാം. ഇവിടെ ഒരു കുഞ്ഞി കട്ടിലുണ്ട്. പിന്നെ അവിടെ ഒരു ബെഞ്ചുണ്ട്. ബെഞ്ച് പറയാൻ മറന്നുപോയി, ആ ബെഞ്ചൊന്ന് കാണിച്ചു കൊടുത്തേക്ക്. ഇവിടെ ഒരു ബെഞ്ചുണ്ട് ഗൈസ്, ബെഞ്ചിലും ഇരിക്കാം, അവിടെ ഇരിക്കാം. ഞങ്ങൾ ടേബിളിൽ ഇരുന്നും ഫുഡ് കഴിക്കും, ബെഞ്ചിലിരുന്നും ഫുഡ് കഴിക്കും. കുഞ്ഞപ്പം കൂടുതലും ബെഞ്ചിലാണ് ഗൈസ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി അച്ഛന്റെ അമ്മയുടെ മുറി. അല്ലോ തീർന്നിട്ടില്ല ഇങ്ങോട്ട് വാ. അത് കഴിഞ്ഞ് ഒരു കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറും കമ്പ്യൂട്ടർ ടേബിളും ആയിട്ടുള്ളതാണ്. അനിയന്റെ ആണ് കേട്ടോ കമ്പ്യൂട്ടർ. ഇവിടെ ലൈറ്റ് ഇല്ല, വെട്ടമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇത് 5-6 കസേര, എന്തെങ്കിലും പരിപാടി വരുമ്പോ മാത്രം എടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന കസേരയാണ്. ഇതിൽ 5-6 കസേരയുണ്ട്. പിന്നെ കുഞ്ഞപ്പന്റെ സൈക്കിൾ ഇത് കുഞ്ഞപ്പന്റെ സൈക്കിൾ പാർക്കിംഗ് ഏരിയ ഇതാണ്. കുഞ്ഞപ്പന്റെ സൈക്കിൾ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കൊരു കുഞ്ഞ് അക്വേറിയം ഉണ്ട്. അക്വേറിയത്തിന്റെ ഉള്ളിൽ ഒരു മീനുണ്ട്. ആകെ ഒരു മീൻ മാത്രമേ ഉള്ളൂ. ഈ മീനിന്റെ പേരെന്നായിരുന്നു? ഓസ്കാർ. ഈ മീനിന്റെ പേര് ഓസ്കാർ എന്നാണ് ഗൈസ്. പിന്നെ ഇവിടെ ഗ്ലാസ്, കുപ്പി അങ്ങനത്തെ സാധനമാണ്. ഇവിടെ നമ്മള് ഷെൽഫ് ഇങ്ങനെ പിടിപ്പിച്ചിട്ടില്ല, ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഹോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മുടെ മുറി കാണിച്ചുതരാം. ഞാൻ വിയർത്ത് കുളിച്ചൊരു പരിപാടി ഗൈസ്, ഫാൻ ഇടാത്തോണ്ടായിരിക്കും. ലെറ്റ്സ് ഗോ. നമ്മുടെ മുറി എല്ലാരും എപ്പോഴും കാണുന്നതായിരിക്കും, ലൈവിലും പിന്നെ ബാക്കി എല്ലായിടത്തും കാണുന്നതായിരിക്കും. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ബെഡ് മേടിച്ച വീഡിയോ ഒക്കെ ഇട്ടില്ലേ, നമ്മുടെ പുതിയ ബെഡാണ് കേട്ടോ. അപ്പൊ ബെഡ്, പിന്നെ ഇത് എന്റെ തയ്യൽ മെഷീനാണ് ഗൈസ്. ഞാൻ ഉപയോഗിക്കാത്ത എന്റെ തയ്യൽ മെഷീൻ കംപ്ലൈന്റ് ആയിട്ടിരിക്കുകയാണെ, നന്നാക്കി ഇനി ഉപയോഗിച്ച് തുടങ്ങണം. പിന്നെ ഇതൊക്കെ ഹാങ്കറിൽ ചേട്ടന്റെ ഷർട്ട് തൂക്കിയിട്ടിരിക്കുന്നു. പിന്നെ അത് കർട്ടൻ. നമുക്ക് ഇത് ഷെൽഫാണ് കേട്ടോ. ഈ ഒരു ഷെൽഫ് മാത്രമല്ല, തുണികളും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഈ ഷെൽഫിലാണ്. പിന്നെ വേറെ ഇവിടെ ഒന്നുമില്ല. ഈ ബെഡും കട്ടിലും ഈ തയ്യൽ മെഷീനും മാത്രമേ ഉള്ളൂ. പിന്നെ ആകെയുള്ള ഒരു സ്വത്താണ് ഗൈസ്, നമ്മുടെ പ്ലേ ബട്ടൺ ഉണ്ട് കേട്ടോ. നമുക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ യൂട്യൂബ് തന്ന ഗിഫ്റ്റ് ആണ്. അതിന്റെ മുകളിലും കല്യാണത്തിന് കിട്ടിയ ഒരു ഫ്രണ്ട്സ് തന്ന ഒരു ഫ്രെയിമാണ് കേട്ടോ. ഫ്രെയിമാണല്ലോ ഫ്രണ്ട്സ് എല്ലാവരും മെയിൻ ആയിട്ട് ഗിഫ്റ്റ് തരുന്നത്. അത്ര സാധനങ്ങളെ നമ്മുടെ മുറിയിലുള്ളൂ. നമ്മൾ തുണി വെക്കുന്നതെല്ലാം അതാണ്. നമ്മുടെ ഒരു കബോർഡാണ്, അലമാരി അല്ല കേട്ടോ. ഇതൊരു കബോർഡാണ് ശരിക്കും. അത്രേ ഉള്ളൂ. ബാ ഗൈസ്, ഇനി അച്ഛന്റെ അമ്മയുടെ മുറി കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. ഇതാണ് അച്ഛന്റെ അമ്മയുടെ മുറി. നമ്മുടെ വീട്ടിൽ 2 മുറിയാണുള്ളത്. കുറച്ച് വലിയ മുറി ഈ മുറിയാണ് കേട്ടോ. ഞങ്ങളുടെ മുറി ഇത്തിരി കൂടി ചെറുതാണ്. അപ്പൊ ഇവിടെ 2 അലമാരി ഉണ്ട് കേട്ടോ. ഈ ഒരു അലമാരി ഉണ്ട്. പിന്നെ ഈ ഒരു അലമാരിയും കൂടി ഉണ്ട്. 2 അലമാരി വെക്കാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ ഈ കട്ടിലിനും ഇത് ഭിത്തിയുടെ നടുക്ക് ഇങ്ങനെ നടക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇങ്ങനെ നടക്കാം കണ്ട, ഇവിടെ വരെ ഇങ്ങനെ നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടേ. അപ്പൊ ഇത് വലിയ ബെഡാണ്, വലിയ കട്ടിലാണ്. അത്രേ ഉള്ളൂ. ഇനി അടുക്കള കാണിച്ചുതരാം. ലെറ്റ്സ് ഗോ. ഓ മൈ ഗോഡ് ഗൈസ്, അമ്മ ഇപ്പൊ ചായയൊക്കെ ഉണ്ടാക്കി, ബ്രെഡൊക്കെ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞപ്പം തിന്നോണ്ടിരുന്ന ബ്രെഡ് കണ്ടില്ലേ? കുഴപ്പമില്ല, അബ്ബ കാണിച്ചുതരാം. പ്രത്യേകിച്ച് ഒന്നും അതൊക്കെ കണ്ടില്ലേ ഗൈസ്? ബ്രെഡ് അമ്മ ഉണ്ടാക്കി വെച്ചാണ്. എന്തായാലും തിന്നേക്കാം. സൂപ്പറാണ്. ബ്രെഡ് ഒന്ന് മൊരിച്ച് 2 സൈഡും മൊരിച്ചിട്ട് തേങ്ങായും പഞ്ചസാരയും കൂടി വെച്ചേക്കണേ. ഇത് ചായ ഇരിപ്പുണ്ട്, ചായ കുടിച്ചിട്ടില്ല, അമ്മ ചായ വെച്ച് വെച്ചേക്കാണ്. ഇത്രയൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. നമ്മുടെ അടുക്കളയില് ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിന്റെ മുകളിൽ ഇതേ കുഞ്ഞപ്പന്റെ ഭയങ്കരമായിട്ട് വീഡിയോ എടുക്കണം എന്നും പറഞ്ഞ് ഒതുക്കി പിറക്കി ഭയങ്കര അങ്ങനെയൊന്നും ആക്കിയിട്ടില്ല. സാധാരണ എങ്ങനെയാണോ അതുപോലെ കാണിക്കുന്നുള്ളേ. ഇതൊക്കെ കുഞ്ഞപ്പന്റെ വണ്ടികളാണ്. ഇതെന്താ
ഗ്ലൂഗൺ. ഇത് ഗ്ലൂഗൺ, മറ്റേ പശ വരത്തില്ലേ, ഗ്ലൂഗൺ, അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വല്ലതും ഉണ്ടോ? പപ്പടം, നാളെ വറുക്കാനുള്ള പപ്പടം ഉണ്ട്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുള്ളേ. ഫ്രിഡ്ജില് നോക്കട്ടെ. ഫ്രിഡ്ജിൽ കുറച്ച് അലുക്കുലത്തെ സാധനങ്ങൾ ആസ് യൂഷ്വൽ. കുറെ മുട്ട ഉണ്ടാവും. അത് എപ്പോഴും വീട്ടിൽ ഞങ്ങളുടെ മുട്ട സ്റ്റോക്ക് ആയിരിക്കും. പിന്നെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചേക്കാണ്. ഫ്രീസറിൽ പാല് മാത്രമേ ഉള്ളൂ കേട്ടാ. ഇത്രയൊക്കെ ഉള്ളു, എല്ലാവരുടെയും വീട്ടിലെ പോലെ തന്നെ. ഇവിടെ ഒരു തട്ടുണ്ട്, പാത്രമൊക്കെ വെക്കാൻ. അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇത് കബോർഡാണ്. ഇത് ഫുള്ളും കബോർഡാണ്. കബോർഡിന് ഇവിടുത്തെ പെയിന്റിങ് കളറൊക്കെ പോയിരിക്കുകയാണ്. അത് നമ്മൾ ഇന്ന് റെഡിയാക്കാം. അത്രയൊക്കെ ഉള്ളൂ. ലൈറ്റിട്ടെ. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ ഗൈസ്. വർക്ക് ഏരിയയിൽ പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ പോലെ തന്നെ വർക്ക് ഏരിയ. കുറെ തുണിയൊക്കെ ഉണ്ട്. ഇതൊക്കെ തടപിടിക്കുന്ന തുണിയും കാര്യങ്ങളൊക്കെയാണ്, വേറെ ഒന്നുമില്ല. ഇവിടെ പാത്രം വെക്കാനുള്ള ഒരു തട്ടുണ്ട്. അവിടെ കുറെ പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇനി കുറെ അടുക്കി പറക്കണ, കുറെ കളയാനും ചീത്ത പാത്രം, നല്ല പാത്രം ഒക്കെ ഉണ്ട് ഇടാം. കാരണം ഇവിടേക്ക് ഇത്രയൊക്കെ ഉള്ളു. തറ തുറക്കുന്ന ലിക്വിഡ്, മറ്റേ വാഷ് ബേസിൻ കഴിക്കുന്ന ലിക്വിഡ്, സോപ്പ് പൊടി, അതൊക്കെ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. പിന്നെ അത് ബാത്റൂമാണ്. ബാത്റൂം ഒന്നും കാണിക്കാനില്ലല്ലോ, ആസ് യൂഷ്വൽ ബാത്റൂം എല്ലാവരുടെയും വീട്ടിൽ തന്നെ. അത്രയൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലെ ഒരു ടെറസ് ഉണ്ട്. ടെറസ് വർക്ക് ചെയ്തിരിക്കുകയാണ്. ടെറസിൽ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ടെറസ് കൂടി കാണിച്ചുതരാം. ലെറ്റ്സ് ഗോ. ഗൈസ് ഇവിടെ രണ്ടുപേര് കിടന്ന് ഉറങ്ങുന്നുണ്ട് ഗൈസ്. ശല്യപ്പെടുത്തണ്ട, ചിലപ്പോ എന്നെ കാണുമ്പോ എണീറ്റ് ഓടുമായിരിക്കും. കാണിച്ചു തരാൻ. രണ്ടുപേരും നല്ല ഉറക്കാണ്. ഒരാളെ ഉള്ള, ഒരാളെ ഓടിപ്പോയി കളഞ്ഞിടാ. സുന്ദരിക്കുറു ഇതാണ് നമ്മുടെ ടെറസ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാം ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയാണേ. നമ്മൾ നേരത്തെ തുണി വിരിക്കുന്നതൊക്കെ ഇവിടെയായിരുന്നു. ഇപ്പൊ ഡ്രസ് വർക്ക് ചെയ്തപ്പോ ഇപ്പൊ തുണി വിരിക്കാറില്ല. ഇപ്പൊ മുറ്റത്ത് അഴ കിട്ടിയിട്ട് മുറ്റത്താണ് വിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ അവിടെ ഫ്രണ്ട് ഭാഗമൊക്കെ നമുക്ക് നല്ലോണം കാണാം. കള്ളന്മാരും കൂടി എത്തിക്കായി. അപ്പൊ ഗൈസ് ഇത് കണ്ട, നമ്മുടെ ക്രിസ്മസിന് നമ്മള് ന്യൂ ഇയറും ക്രിസ്മസും ആഘോഷിക്കണൊക്കെ ഇവിടെയാണ് കേട്ടോ. അപ്പൊ ന്യൂ ഇയറിനും ക്രിസ്മസിനും കെട്ടിയിട്ടാണ് ഇതെല്ലാം. സ്റ്റാർ ഉണ്ട്, മറ്റേ ബോൾസ് കാര്യങ്ങളൊക്കെയാണ്. കുഞ്ഞു അതൊക്കെ അവിടെ വീഴും, അതൊന്നും കാണിക്കില്ലേ. വേറെ സാധനമൊക്കെ പൊക്കുന്നു, അതൊന്നും എടുക്കണ്ട. ഇവിടെ നിന്നാ നമ്മുടെ റോഡും തോടും ഒക്കെ നല്ലോണം കാണാം കേട്ടാ. അതാണ് നമ്മുടെ റോഡും തോടും. ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് റോഡും തോടും. ഗൈസ് അപ്പൊ വീഡിയോ ഫുൾ എടുത്ത് ഞാൻ വിയർത്ത് കുളിച്ചു ഗൈസ്. ടയർഡായി കുഞ്ഞേ അമ്മ. നീ എന്ത് പറഞ്ഞിട്ടാണ് നീ ടയർഡായത്? ഞാനും വിയർത്ത് കുളിച്ചത്. അപ്പൊ കുഞ്ഞപ്പനും വിയർത്ത് കുളിച്ചു, ഞാനും വിയർത്ത് കുളിച്ചു ഗൈസ്. കുഞ്ഞപ്പന് പനിയായിട്ട് ഇന്ന് അംഗനവാടി പോയിട്ടില്ല കേട്ടോ ഗൈസ്. പോട്ടടി. അപ്പൊ ഗൈസ് ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ ഒരു കുഞ്ഞു വീടാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞു വീടിന്റെ ഓക്കെ സോറി ഗൈസ്, നമ്മുടെ കുഞ്ഞു വീടല്ല, വലിയ വീടാണ്. അപ്പൊ നമ്മുടെ വലിയ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഹോം ടൂർ ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെറിയ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ കാണും. പെട്ടെന്ന് വീഡിയോ തീർന്ന പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. കാരണം എന്തൊക്കെ കാണിക്കണം ഏതൊക്കെ കാണിക്കണമെന്ന് എനിക്കൊരു രൂപമില്ല. പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ച് കാണിച്ച് പിന്നെ എന്റെ വർത്താനം പറയുന്ന ശൈലി വെച്ച് പടപടയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തീർക്കും. പടപടേ പറഞ്ഞു തീർക്കും. അപ്പൊ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ഇട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.